ഓക്കെ കുട്ടികളെ, അപ്പോൾ നമുക്ക് ഇന്ന് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. ഇതിൽ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഒരു ആറ്റം, എങ്ങനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ സയൻസ് ഫോം ചെയ്തത്, ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ആറ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് തോംസൺ മോഡൽ എന്ന് പറയുന്നത് ജെ ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആറ്റത്തിന് ഒരു ഫസ്റ്റ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. അതിനു മുന്നേ നമുക്ക് ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയേണ്ടി വരും. ഡാൽട്ടൺ പറഞ്ഞു, എവ്രി മാറ്റർ ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി ടൈനി ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അയാൾ പറഞ്ഞു, നമ്മളുടെ യൂണിവേഴ്സിൽ കാണുന്ന ഈ എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ, വിഭജിക്കാൻ കഴിയാത്ത ആറ്റം എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നുള്ള രീതിയിലായിരുന്നു അയാൾ അതിനെ ആറ്റം എന്ന് വിളിച്ചത്. ആറ്റം. പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് കാഥോഡ് റേ എക്സ്പെരിമെന്റ്സ് കണ്ടുപിടിച്ചു. കാഥോഡ് റേ എക്സ്പെരിമെന്റ്സിൽ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് കുറെ ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റേ ഇലക്ട്രോഡിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്തു. അതിന്റെ സഹായത്തോടു കൂടി ജെ തോംസൺ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. അയാൾ പറഞ്ഞു, ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷേ ആറ്റത്തിന്റെ ചാർജ് ന്യൂട്രൽ ആണ്. അപ്പം അയാൾക്ക് ആറ്റത്തിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റിനെ ഗസ് ചെയ്തപ്പം അയാൾക്ക് തോന്നിയത് ആറ്റം എന്ന് പറയുന്നത് ഒരു വാട്ടർമെലൻ മോഡല്, ഒരു തണ്ണിമത്തന്റെ ഉള്ളിൽ ചുവപ്പ് കളറിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു സാധനം അതിന്റെ പോസിറ്റീവ് ചാർജ് ക്ലൗഡ് ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ തണ്ണിമത്തന്റെ ഉള്ളിൽ സീഡ്സ് റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന മാതിരി അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നതെന്നാല് ഇലക്ട്രോൺസ് ആറ്റത്തിനുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ പോസിറ്റീവ് ചാർജ് ക്ലൗഡ് ഇൻസൈഡ് ദ ആറ്റം എന്ന് തോംസൺ പറഞ്ഞു. അതായത് പുഡിങ്ങിനുള്ളിൽ പ്ലം അറേഞ്ച് ചെയ്തതുപോലെ. അപ്പൊ അതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് വിളിച്ചു. അതുകൊണ്ട് ദിസ് വാസ് ദ ഏർലിയർ മോഡൽ ഓഫ് ആറ്റം. ഇതിന് വളരെ ചെറിയ ആയുസം ഉണ്ടായിരുന്നുള്ളൂ. തോംസൺ പ്രപ്പോസ് ചെയ്ത ഈ മോഡൽ തെറ്റാണെന്ന് ഏണസ്റ്റ് റുദർഫോർഡ് എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ചു. Therefore, നമുക്ക് റുദർഫോർഡിന്റെ ആറ്റം എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് അറിയണം. അപ്പൊ തോംസൺ പറഞ്ഞ ഈ കാര്യം റുദർഫോർഡ് തെറ്റാന്ന് തെളിയിച്ചത് എങ്ങനെയാണെന്നാല് ബൈ ഹിസ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. റുദർഫോർഡ് എന്താ ചെയ്തത് എന്നാല് ഹി ബോംബാർഡഡ് ആൽഫ പാർട്ടിക്കിൾസ് ഓൺ എ തിൻ ഗോൾഡ് ഫോയിൽ. അതായത് വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിന്റെ മേലേക്ക് ആൽഫ റേസ്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേസിനെ ഇടിപ്പിച്ചിട്ട് അയാൾ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അതായത് യു കുഡ് സീ എ തിൻ ഗോൾഡ് ഫോയിൽ ഓവർ ഹിയർ. നമുക്കിവിടെ ഒരു തിൻ ആയിട്ടുള്ള വളരെ ചെറിയൊരു ഗോൾഡ് ഫോയിൽ ഇവിടെ ഉണ്ട്. ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നതിന്റെ തിക്നെസ് വളരെ ചെറുതാണ്, അപ്രോക്സിമേറ്റ്ലി 10⁻⁻⁴ millimeter തിക്നെസ്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഗോൾഡ് എക്സ്ട്രീംലി മാലിബിൾ ആണ്. അതുകൊണ്ട് വളരെ തിൻ ഷീറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. എന്നിട്ട് ഇതൊരു ആൽഫ റേ സോഴ്സ് ആണ്. ഈ റെഡ് കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന സാധനം ഒരു ആൽഫ റേ എമിറ്റിംഗ് സോഴ്സ് ആണ് വിചാരിച്ചത്. ഇതിൽ നിന്ന് ആൽഫ റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇക്വാലന്റ് ടു ഹീലിയം ന്യൂക്ലിയസ്. അങ്ങനെയുള്ള ഈ ആൽഫ റേസ് ഒരു കൊളിമേറ്റിംഗ് ഡിവൈസിലൂടെ കടത്തിവിട്ടു. കൊളിമേറ്റിംഗ് ഡിവൈസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാരോ ആൽഫ റേ ബീം ആക്കാൻ. അങ്ങനെയുള്ള ഒരു നാരോ ആൽഫ റേ ബീം ആക്കിയിട്ട് ഗോൾഡ് ഫോയിലിന്റെ മേലെ ഇടിപ്പിച്ചിട്ട് ആ ഗോൾഡ് ഫോയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൽഫ റേസിനെ ഒരു മൂവബിൾ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് ഡിറ്റക്ട് ചെയ്തു. ദിസ് ഇസ് കോൾഡ് ആസ് ദ മൂവബിൾ ഡിറ്റക്ടർ. ഇതാണ് നമ്മളുടെ ഈ മൂവബിൾ ഡിറ്റക്ടർ. ഈ മൂവബിൾ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് ഡിറ്റക്ട് ചെയ്തപ്പം അവർക്ക് അതിൽ നിന്ന് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, അവർ ഒബ്സർവ് ചെയ്തത്
മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. അതായത് ഇതിൽ നിന്ന് ഗോൾഡ് ഫോയിലിനെ ഹിറ്റ് ചെയ്ത ആൽഫ റേസിൽ ഭൂരിഭാഗം ആൽഫ റേസും നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടി. ഗോൾഡ് ഫോയിൽ നിന്ന് ഹിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന ആൽഫ റേസിൽ ഭൂരിഭാഗം ആൽഫ റേസും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we will have to imagine that most of the alpha rays are passing without any deviation. ആ കാര്യം അവർ ഒബ്സർവ് ചെയ്തു. പിന്നെ വളരെ കുറച്ചെണ്ണത്തിന് ചെറിയൊരു ആംഗിളിലൊക്കെ കിട്ടി. കുറച്ചെണ്ണം ചെറിയ ആംഗിളിലൊക്കെ കിട്ടി. few deflected by a small angle, some deflected through an angle more than 90 degree. 90 ഡിഗ്രിനേക്കാൾ കൂടുതൽ ആംഗിളിലൊക്കെ ചെറുത് ഡിഫ്ലക്ട് ചെയ്തു. a very few returned back by deflecting 180 degree. നമ്മൾ ഭൂരിഭാഗം എണ്ണത്തിന് ഇവിടെ കിട്ടി, കുറച്ചെണ്ണത്തിനൊക്കെ ചെറിയ ആംഗിളിലൊക്കെ കിട്ടി. ഈവൺ ചിലത് 90 ഡിഗ്രി ആംഗിളിലും 90 ഡിഗ്രിനേക്കാൾ കൂടുതൽ ആംഗിളിലൊക്കെ ഡിഫ്ലക്ട് ചെയ്തു, അതായത് തിരിച്ചു വന്നു. വളരെ കുറച്ചെണ്ണം എന്ത് ചെയ്യുന്നാൽ നമുക്ക് ബൗൺസ് ബാക്ക് അത് തിരിച്ചു വരുന്നതായി, അതായത് പിടിച്ച മാതിരി തിരിച്ചു വരുന്നതായിട്ടും കിട്ടി. ദിസ് വാസ് ദ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ. റുദർഫോർഡിന്റെ 2 ജൂനിയർ സയന്റിസ്റ്റുകളോട് റുദർഫോർഡ് ഒരു എക്സ്പെരിമെന്റ് നടത്താൻ പറഞ്ഞിട്ട് ആ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ ഇതായിരുന്നു. ഇതിൽ നിന്ന് റുദർഫോർഡ് ചില മാത്തമാറ്റിക്കൽ സൊല്യൂഷനിലേക്ക് എത്തി. റുദർഫോർഡ് ഏത് മാത്തമാറ്റിക്കൽ സൊല്യൂഷനിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഹി കാൽക്കുലേറ്റഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ദ ഷോർട്ടസ്റ്റ് ഓർ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് അപ് ടു വിച്ച് എൻ ആൽഫ പാർട്ടിക്കിൾ ആൻ അപ്രോച്ച്. അതായത് നമ്മളിപ്പം എന്ത് ചെയ്യാന്നാല് നമുക്ക് ഇതാണ് ഒരു ആറ്റം എന്ന് വിചാരിക്കാം. റുദർഫോർഡ് പറഞ്ഞു ഇതാണ് ഒരു ആറ്റം എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ആറ്റത്തിന്റെ ഉള്ളിൽ മെജോറിറ്റി ഓഫ് ദി റീജിയനസ് വാക്കന്റ് സ്പേസ് എന്ന് റുദർഫോർഡ് പറഞ്ഞു. റുദർഫോർഡ് പറഞ്ഞു ആറ്റത്തിനുള്ള ഭൂരിഭാഗം സ്ഥലവും വാക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. ആ വാക്കന്റ് ആയിട്ട് കിടക്കുന്ന ആ ആറ്റത്തിന്റെ ഓൾമോസ്റ്റ് മിഡ് പോയിന്റിൽ വളരെ ചെറിയൊരു റീജിയനിൽ ആണ് നമ്മളുടെ ന്യൂക്ലിയസ് ഉള്ളത്. The nucleus is situated at the midpoint of the atom and the size of the nucleus is very small compared to the size of the atom. ആറ്റത്തിന്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണെന്നല്ല വളരെ ചെറുതാണ് എന്ന് അയാൾ പറഞ്ഞു. അതിനെ അയാള് ഒന്ന് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് he proposed the quantity that is distance of closest approach. ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വെരി ഫ്യൂ ആൽഫ റേസ് റിട്ടേൺ ബാക്ക് ബൈ an angle of 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആൽഫ റേസിനെ നമ്മൾ ഇമാജിൻ ചെയ്യാണ്. Let's imagine that an alpha ray is passing like this and an alpha ray is passing over here and alpha ray ക്ക് നമുക്ക് ഓൾറെഡി അറിയാം പോസിറ്റീവ് ചാർജ് ആണുള്ളത്. alpha ray എന്ന് പറയുന്നത് alpha ray is equal to helium nucleus ആയതുകൊണ്ട് ആ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ റേ ന്യൂക്ലിയസുമായിട്ട് ഹെഡ് ഓൺ കൊളീഷൻ നീങ്ങാണെന്ന് കരുതുക. ന്യൂക്ലിയസുമായിട്ട് ഇടിച്ചിട്ട് അത് തിരിച്ചു വരില്ല. ഇടിക്കുന്നതിന്റെ മുന്നേ തന്നെ ആ ഒരു ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജും ആൽഫ റേയുടെ പോസിറ്റീവ് ചാർജും കാരണമുള്ള റിപ്പൾഷൻ കാരണം ഇറ്റ് വിൽ റീച്ച് എ പോയിന്റ് ഓവർ ഹിയർ ഫ്രം വിച്ച് ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക്. ഇവിടുന്ന് അത് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ റേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, അതായത് ന്യൂക്ലിയസിന്റെ സെൻട്രലിൽ നിന്ന് ഈ ഒരു ആൽഫ റേയിലേക്കുള്ള ഈ ദൂരത്തിനെയാണ് നമുക്ക് വെറുതെ എക്സ് എന്നിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ എക്സ് ആണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി കുഡ് ഇമാജിൻ ഇസ് ഈ ആൽഫ റേ ഇനീഷ്യലായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതായത് മൂവ് ചെയ്യുന്നുണ്ട് അതിന് കൈനറ്റിക് എനർജി. ആൻഡ് ആസ് ഇറ്റ് ഇസ് മൂവിങ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരും. ആൽഫ റേക്ക് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള സാധനങ്ങളുടെ റിപ്പൽഷൻ കാരണം ആൽഫ റേ ഇങ്ങനെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് പോകുന്നതനുസരിച്ച് ആൽഫ റേയുടെ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയും എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. ഈ കൈനറ്റിക് എനർജി കുറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടാൻ കാരണമാവും. അപ്പം at the distance of closest approach situation, what happens is
the kinetic energy that the alpha ray is initially possessing, it will be completely converted into the potential energy. ആൽഫ റേക്ക് ഇനീഷ്യലായിട്ട് ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി മുഴുവനായിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കൈനറ്റിക് എനർജീനെ നമുക്കിവിടെ ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതി കൂടെ എഴുതാം. ദാറ്റ് ഇസ് ഇക്വൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ്. അങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീനെ വി കുഡ് റൈറ്റ് ഇറ്റ് ആസ് വാട്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ടു ചാർജസ്, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. യു ഇസ് ഈക്വൽ ടു 1/4 pi epsilon 0 Q1 Q2 ഡിവൈഡ് ബൈ R പഠിച്ചിട്ടില്ലേ? ആ കോൺസെപ്റ്റിനെ ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ 1/4 pi epsilon 0നെ തൽക്കാലത്തിൽ ഞാൻ K എന്ന് ഡിനോട്ട് ചെയ്യട്ടെ. Q1 ഉം Q2. Q1 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഓഫ് ആൽഫ റേ. Q1 എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൽഫ റേ ആണ്. നമ്മൾ പറഞ്ഞു ആൽഫ റേ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസിനുള്ളിൽ 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ആണുള്ളത്. അതിൽ ന്യൂട്രോൺസിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രോട്ടോൺസിന് ചാർജ് ഉണ്ടാവും. 2 പ്രോട്ടോൺ ഉള്ളത് കൊണ്ട് ചാർജ് ഓഫ് ആൽഫ റേ എന്ന് പറയുന്നത് 2 ടൈംസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ ആണ്. അതിനെ 2e എന്ന് ഡിനോട്ട് ചെയ്യട്ടെ. കാരണം ഇലക്ട്രോണിന്റെ ചാർജും പ്രോട്ടോണിന്റെ ചാർജൊക്കെ ന്യൂമറിക്കലി E ആണ്. അങ്ങനെയാണ് Q1 2e ആണ്. ഇനി ഗോൾഡ് ന്യൂക്ലിയസിന്റെ ചാർജ് ആണ് Q2. Q2 എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ്. അതിനെ ഞാൻ ZE എന്ന് എഴുതുകയാണ്. കാരണം ഇതിന്റെ അറ്റോമിക് നമ്പർ Z ആണ് സങ്കല്പിക്കുക. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എലിമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോട്ടോൺസ് ആണ്. അങ്ങനെയാണ് ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ള പ്രോട്ടോൺസിന്റെ മൊത്തമായിട്ടുള്ള ചാർജ്. ന്യൂക്ലിയസിന്റെ ചാർജ് പ്രോട്ടോണിന്റെ മൊത്തമായിട്ടുള്ള ചാർജ് ആണ്. പ്രോട്ടോണിന്റെ മൊത്തമായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് Z into E. Q1 ചാർജ് ഓഫ് ആൽഫ റേ, that is 2e. Q2 എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ്, that is ZE. അങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീനെ നമുക്ക് എന്താക്കാം? 2e into ZE ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് R ആണ്. അപ്പം R is equal to ആണെങ്കിൽ നമുക്ക് R നും കൊടുത്ത് ബാക്കിയുള്ളതിനും കൂടെ എടുക്കുകയാണെങ്കിൽ ഈ 2 ഉണ്ട്, K ഉണ്ട്, Z ഉണ്ട്, E into E സ്ക്വയർ ആവും. അപ്പം 2KZE സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജീനെ ഞാൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതട്ടെ. കാരണം ചില സിറ്റുവേഷനിൽ കൈനറ്റിക് എനർജിനെ നേരെ തന്നിട്ടുണ്ടാവും. അപ്പം 2KZE സ്ക്വയർ ഡിവൈഡ് ബൈ ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടി. Therefore ഇതില് R is equal to 2KZE സ്ക്വയർ ഡിവൈഡ് ബൈ ഹാഫ് എം വി സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പം ഈ ഒരു വാല്യൂ റുദർഫോർഡ് കണ്ടുപിടിച്ചു. റുദർഫോർഡ് ഇതിന്റെ അടുത്തുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനൊരു ആൻസർ കണ്ടുപിടിച്ചപ്പം റുദർഫോർഡിന് ആ ആൻസർ വളരെ ചെറിയൊരു വാല്യൂവിനാണ് തരുന്നത് എന്നുള്ളത് മനസ്സിലായി. കെയുടെ വില 1/4 pi epsilon 0, അതായത് 9 × 10⁻⁹. Z എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ ഓഫ് ഗോൾഡ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്റെ വില 1.6 × 10⁻⁹. ഇനി ഇനീഷ്യൽ ആയിട്ടുള്ള ആൽഫ റേയുടെ കൈനറ്റിക് എനർജി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം അയാൾക്ക് ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതായത് ഞാൻ ഇവിടെ R എഴുതുന്നതിന് പകരം X എഴുതട്ടെ. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് X എന്നല്ല എഴുതിയത്. അതുകൊണ്ട് വാട്ട് ഹി വാസ് ഗെറ്റിംഗ് ഇസ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് തന്നെ അയാൾക്ക് വളരെ ചെറിയൊരു വാല്യൂ ആയിട്ട് കിട്ടി. അപ്പൊ അയാൾ പറഞ്ഞു ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് തന്നെ വളരെ ചെറുതാണെങ്കിൽ ദ സൈസ് ഓഫ് ന്യൂക്ലിയസ് വിൽ ബി വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പം എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നും ആ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. Distance of closest approach is the minimum distance from the nucleus up to which an alpha particle can approach. ഒരു alpha particle approach ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, അതിനെയാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ആ പേര് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ഫോർമുല X is equal to 2KZE square divided by half mv square or 2KZE square divided by kinetic energy. ആരെ? kinetic energy of alpha ray. ഇനി ഇതില് റുദർഫോർഡ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. റുദർഫോർഡ് പറഞ്ഞ അടുത്തൊരു കാര്യം ഇമ്പാക്ട് പാരാമീറ്റർ ആയിരുന്നു. ഇമ്പാക്ട് പാരാമീറ്റർ
വാട്ട് ഇസ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് നമുക്ക് പറയാം. ഇമ്പാക്ട് പാരാമീറ്ററിനെ പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ദാറ്റ് ഡയഗ്രാം. ഓർ ഡയഗ്രാം പറയുന്നതിന് മുന്നേ ഇറ്റ് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ആൽഫ പാർട്ടിക്കിൾ ടു ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഒരു ആൽഫ പാർട്ടിക്കിളിൽ നിന്ന് ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ദ ന്യൂക്ലിയസ് ഓവർ ഹിയർ. നമുക്കിവിടെ ഒരു ന്യൂക്ലിയസിനെ വരയ്ക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ് അല്ല, ഇത് ആറ്റം ആണ് കരുത്. ഇത് ആറ്റം ആണ്. ആ ആറ്റത്തിന്റെ ഉള്ളിൽ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ആയിക്കോട്ടെ. ഇനി ഈ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഒരു ആൽഫ റേ വരുന്നുണ്ടെന്ന് സങ്കല്പിക്കും. ആ ആൽഫ റേ ഹെഡ് ഓൺ കൊളീഷന് വേണ്ടിയിട്ടല്ല വരുന്നത്. ആ ആൽഫ റേ ഇനീഷ്യലായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനീഷ്യലായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ റേ എന്ത് ചെയ്യും? ആൽഫ റേ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ന്യൂക്ലിയസിന്റെ റിപ്പൽഷൻ കാരണം ആൽഫ റേ ഇവിടുന്ന് അത് ഡീവിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പാത്തിലൂടെ നീങ്ങും. Therefore, this was the initial path of the alpha ray. This is the final path of the alpha ray. ആൽഫ റേയുടെ ഇനീഷ്യൽ പാത്തും ഫൈനൽ പാത്തും നമ്മൾ കണ്ടു. ഇതാ ഇനീഷ്യൽ പാത്ത് ആണെങ്കിൽ ഇത് ആൽഫ റേയുടെ ഫൈനൽ പാത്ത് ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ റേ ഇങ്ങനെ വരുന്ന സമയത്ത് the distance from the alpha ray to the center of the nucleus, or the perpendicular distance from the alpha ray to the center of the nucleus, അതിനെ പറയാൻ വേണ്ടിയിട്ട് ഈ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ആൽഫ റേനെ നമ്മൾ മുന്നോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ് വിചാരിച്ചു. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ആൽഫ റേനെ മുന്നോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതായത് ഇവിടെ ന്യൂക്ലിയസ് ഇല്ലായിരുന്നെങ്കിൽ ആൽഫ റേ ഇങ്ങനെ നീങ്ങുമായിരുന്നു. ന്യൂക്ലിയസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ആൽഫ റേ ഇറ്റ് ഷുഡ് ഹാവ് മൂവ്ഡ് ലൈക്ക് ദിസ്. അപ്പം എന്തായാലും ആൽഫ റേ ന്യൂക്ലിയസ് ഉള്ളത് കാരണം ഇങ്ങോട്ട് വളഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൽഫ റേയുടെ ഇനീഷ്യൽ പാത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഇഫ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. ന്യൂക്ലിയസിന്റെ സെൻട്രൽ നിന്ന് ആൽഫ റേയുടെ ഇനീഷ്യൽ പാത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇമ്പാക്ട് പാരാമീറ്ററിനെ നമുക്ക് വെറുതെ എന്താ ആർന്നോ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നാൽ ഇമ്പാക്ട് പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. ഡെറിവേഷൻ നമുക്ക് സിലബസിലില്ല. ഫോർമുല നമ്മൾ ഓർത്ത് വെക്കണം. ഇമ്പാക്ട് പാരാമീറ്റർ ആർ ഇസ് ഈക്വൽ ടു kZe² cot θ/2 divided by half mv². This is the formula for impact parameter. അപ്പം ഇമ്പാക്ട് പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയും നമ്മൾ പറഞ്ഞു. kZe² cot θ/2 divided by half mv². അതിൽ k എന്ന് പറയുന്ന ആരാന്നാൽ നമ്മൾ 1/4πε0, അതായത് 9 × 10⁻⁹. Z എന്ന് പറയുന്നത് ഈ ഗോൾഡ് ന്യൂക്ലിയസിന്റെ ആറ്റോമിക് നമ്പർ, E എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ്, തീറ്റ എന്ന് പറയുന്നത് എന്താണെന്നാൽ നമ്മളുടെ ഇനീഷ്യൽ പാത്ത് ഓഫ് ആൽഫ റേ എങ്ങോട്ടാണ്, ഫൈനൽ പാത്ത് ഓഫ് ആൽഫ റേ എങ്ങോട്ട്. ഇനീഷ്യൽ പാത്തും ഫൈനൽ പാത്തും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പാത്ത് ആൻഡ് ദ ഫൈനൽ പാത്ത് ഓഫ് ദ ആൽഫ റേ. ഓക്കെ, ഹാഫ് mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ഓഫ് ആൽഫ റേ നമ്മൾ മറ്റേ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇങ്ങനെ ഇമ്പാക്ട് പാരാമീറ്ററിനെയും ആര് കണ്ടുപിടിച്ചു? റുദർഫോർഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് റുദർഫോർഡിന് മനസ്സിലായി ആസ് ദ ഇമ്പാക്ട് പാരാമീറ്റർ ഇസ് ഡിക്രീസിങ്, ഇമ്പാക്ട് പാരാമീറ്റർ കുറഞ്ഞു വരുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കൂടി വരും. അതായത് ന്യൂക്ലിയസിന്റെ അടുത്തേക്കാണ് ആൽഫ റേ എത്തി കൊടുക്കുന്നത് വെച്ചാൽ അത് നല്ലോണം ആംഗിൾ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇമ്പാക്ട് പാരാമീറ്റർ കുറയുന്നതനുസരിച്ച് ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ വിൽ ഇൻക്രീസ് എന്നുള്ളത് അയാൾക്ക് കിട്ടി. ഇതിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ കേസുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഇഫ് impact parameter is 0. ഇമ്പാക്ട് പാരാമീറ്റർ 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൽഫ റേയുടെ ഇനീഷ്യൽ പാത്തിൽ നിന്ന് ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കുള്ള ദൂരം 0. അതെങ്ങനെയാ വരിക? അത് വരണമെങ്കിൽ ആൽഫ റേ ഒരു ഹെഡ് ഓൺ കൊളീഷനിൽ നീങ്ങണം. ഹെഡ് ഓൺ കൊളീഷനിലേക്കാണ് ആൽഫ റേ നീങ്ങുന്നതെങ്കിൽ അവിടെ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആയിരിക്കും. ഇമ്പാക്ട് പാരാമീറ്റർ 0 ആവുന്ന സമയത്ത് തീറ്റയുടെ വില 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഇമ്പാക്ട് പാരാമീറ്റർ 0 എന്ന് പറഞ്ഞാൽ ഗോൾഡ് ന്യൂക്ലിയസിന്റെ ഹെഡ് ഓൺ കൊളീഷനിലാണ് ആൽഫ റേ നീങ്ങുന്നത്. ആൽഫ റേ ഗോൾഡ് ന്യൂക്ലിയസിന്റെ ഹെഡ് ഓൺ കൊളീഷനിലാണ് നീങ്ങുന്നത്. ഹെഡ് ഓൺ കൊളീഷനിലാണ് നീങ്ങുന്നത് വെച്ചാൽ ആ ഒരു ആൽഫ റേ എന്ത് ചെയ്യും? അതിന്റെ പാത്ത് റീട്രേസ് ചെയ്യും, അതായത് ബൗൺസ് ബാക്ക് ചെയ്യും. ബൗൺസ് ബാക്ക് ചെയ്യാണ് ഇനീഷ്യൽ പാത്തും ഫൈനൽ പാത്തും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയും
180 ഡിഗ്രി. അപ്പം R = 0 ആവുന്ന സമയത്ത് തീറ്റ 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ആറിന്റെ വില ഭയങ്കര വലുതാവുന്ന സമയത്ത്, ഇമ്പാക്ട് പാരാമീറ്റർ വലുതാവുന്നതിനനുസരിച്ച് തീറ്റയുടെ വില അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും എന്നാൽ 0 ഡിഗ്രി ആയിരിക്കും. അതായത് ഇഫ് an alpha ray is passing at a long distance, അങ്ങനെയാണെങ്കിൽ ആ alpha ray എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഡീവിയേഷൻ ഇല്ലാതെ തന്നെ നീങ്ങുന്നുണ്ടാവും. അപ്പം ഇതും അയാൾ എന്ത് ചെയ്തു, നോട്ടീസ് ചെയ്തു. ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസിനോണ്ടും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും ഹി വാസ് ഹാവിങ് സം കൺക്ലൂഷൻസ് ഫോർ റുദർഫോർഡ് മോഡൽ. റുദർഫോർഡ് മോഡലിന് അയാൾ കുറച്ച് കൺക്ലൂഷൻസ്, അതായത് അയാൾ പറഞ്ഞു ഒരു ആറ്റം എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടി വിശദമായിട്ട് അയാൾ പറഞ്ഞു. വാട്ട് വർ ദ കൺക്ലൂഷൻസ് ഓഫ് റുദർഫോർഡ് മോഡൽ? ഈ എക്സ്പെരിമെന്റിനോടും ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനോടൊക്കെ റുദർഫോർഡ് ആറ്റത്തിനെ പറ്റി എത്തിയ കൺക്ലൂഷൻ എന്തായിരുന്നു പറഞ്ഞാൽ, the most of the mass is concentrated in a very small region called nucleus. അതായത് ആറ്റം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചാർജ് സെന്റർ ഉണ്ട്. ആറ്റം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചാർജ് സെന്റർ ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് സെന്ററിൽ ആണ് ഭൂരിഭാഗം മാസും ആറ്റത്തിൻ്റെത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. The 99.9% of the mass of the atom is concentrated in the central region called nucleus എന്ന് അയാൾ പറഞ്ഞു. The electrons are revolving around the nucleus just as planets revolve around the sun. ന്യൂക്ലിയസിന് ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതും റുദർഫോർഡ് പറഞ്ഞു. ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, തോംസൺ പറഞ്ഞ മാതിരി ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയല്ല. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ജസ്റ്റ് ആസ് പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. അപ്പൊ അവർക്ക് റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കും? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ആ ഇലക്ട്രോണിന് കറങ്ങാൻ വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. The nucleus occupies only 10⁻⁻² of the total volume of atom. അതായത് the size of nucleus is very small when compared to the size of atom. നമ്മൾ ആദ്യം പറഞ്ഞു ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയസിനുള്ളിലാണ് ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ന്യൂക്ലിയസിന് സൈസ് വളരെ കൂടുതലാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണ്. The size is approximately 10⁻⁻12 of the total volume of atom. അതായത് നിങ്ങളിപ്പോൾ വെറുതെ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ആറ്റം എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെന്ന് ഇമാജിനിങ്. ആണെങ്കിൽ ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ എക്സാക്ട് സെന്ററിൽ നിങ്ങൾ പോയിട്ട് ഒരു മുട്ടുസൂചി എടുത്തിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി. ആ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ് ആറ്റം എങ്കിൽ ആ ഹോളിനേക്കാൾ സൈസ് കുറവായിരിക്കും ന്യൂക്ലിയസിന്. പക്ഷേ ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും നിൽക്കുന്നതെന്നൊക്കെ റുദർഫോർഡ് പറഞ്ഞു. റുദർഫോർഡ് ഇത് പറയാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു എക്സ്പെരിമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം സയൻസ് കുറച്ചു കാലത്തേക്ക് അയാൾ പറഞ്ഞ കാര്യം വിശ്വസിച്ചു. കുറച്ചു കാലത്തേക്ക്. Was it the ultimate model of atom? No, it was not the ultimate model of atom. അതായത് ആറ്റം എന്ന് പറയുന്നത് റുദർഫോർഡ് പറഞ്ഞ പ്രകാരമായിരുന്നോ? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആറ്റം എന്ന് പറയുന്നത് റുദർഫോർഡ് പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നില്ല. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് മനസ്സിലായി? നമുക്ക് മനസ്സിലായത് ഹൈഡ്രജൻ സ്പെക്ട്രം ഒബ്സർവ് ചെയ്തപ്പോഴാണ്. അതായത് റുദർഫോർഡ് പറഞ്ഞ പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ if an electron is radiating energy as a result of it, അതായത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറയണം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ, അപ്പം ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു സാധനം ഒബ്സർവ് ചെയ്തപ്പം ഈ റുദർഫോർഡ് പറഞ്ഞ കാര്യങ്ങളിൽ കുറെ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് എന്താണ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയാം. അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ അടുത്ത് നിന്ന് കുറെ
ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജീസ് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് സയന്റിസ്റ്റുകൾ ഒബ്സർവ് ചെയ്തു. അതായത് ഹൈഡ്രജൻ ആറ്റം എനർജീനെ പുറത്തേക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പുറത്തേക്ക് ജനറേറ്റ് ചെയ്യുന്ന എനർജീനെ ഒബ്സേർവ് ചെയ്തപ്പം അവർക്ക് ആ എനർജി ഡിസ്ക്രീറ്റ് ലൈൻസിന്റെ രൂപത്തിൽ സ്പെക്ട്രം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അതായത് എനർജി എല്ലാ വാല്യൂസും പുറത്തേക്ക് വരുന്നില്ല, ചില ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഇതിനെ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് വിളിച്ചു. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഇങ്ങനെ ഒരു എനർജി വരുന്നുണ്ടെങ്കിൽ റുദർഫോർഡ് പറഞ്ഞ പ്രകാരമുള്ള ആറ്റം മോഡൽ ഉപയോഗിച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. എന്ത് സംഭവിച്ചു? If an electron is radiating energy, as a result of it, it should move into the orbit and finally fall into it. റുദർഫോർഡ് മോഡൽ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ, if you are thinking on the basis of റുദർഫോർഡ് മോഡൽ, ഇതാണ് ന്യൂക്ലിയസ് എന്ന് കരുത്. ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് എനർജി പുറത്തേക്ക് വിടാൻ പറ്റുന്നുണ്ട്. എനർജി പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ റുദർഫോർഡ് മോഡൽ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ ഇങ്ങനെ ഗ്രാജുവലി അതിന്റെ ഓർബിറ്റൽ റേഡിയസ് കുറഞ്ഞിട്ട് ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് കൊളാപ്സ് ചെയ്യണം എന്നാണ് റുദർഫോർഡ് മോഡൽ പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെ ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിലേക്ക് കൊളാപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ഇല്ലാണ്ടാവും. ഹൈഡ്രജൻ ആറ്റം അങ്ങനെ ഇല്ലാണ്ടാവുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ഇല്ലാണ്ടാവുന്നൊന്നുമില്ല. അപ്പം റുദർഫോർഡ് മോഡൽ പ്രകാരം പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ ഷുഡ് കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ്, ബട്ട് ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഇൻ ദ ആക്ച്വൽ കേസ്. സെക്കൻഡ് ആയിട്ട്, ബൈ ദിസ് മോഡൽ ദ സ്പെക്ട്രം ഷുഡ് ബി കണ്ടിന്യൂസ് ബട്ട് പ്രാക്ടിക്കലി ലൈൻ സ്പെക്ട്ര ആർ ഒബ്സർവ്ഡ്. റുദർഫോർഡ് മോഡൽ പ്രകാരം വിചാരിക്കുകയാണ് അങ്ങനെ ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിലേക്ക് കൊളാപ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യേണ്ടതൊക്കെ ചിന്തിക്കുകയാണ് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന എനർജിക്ക് ഡിസ്ക്രീറ്റ് വാല്യൂസ് പൊസസ് ചെയ്യാൻ പാടില്ല, എല്ലാ വാല്യൂസും പറ്റണം. അപ്പം എല്ലാ വാല്യൂസും എനർജി പുറത്തേക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന എനർജിക്ക് എല്ലാ വാല്യൂസും പറ്റണം എന്ന് പറയുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ് കിട്ടേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പെക്ട്രം. പക്ഷെ നമുക്ക് ഡിസ്ക്രീറ്റ് ലൈൻസ് സ്പെക്ട്രമാണ് കിട്ടിയത്. അതായത് ഒരു വാല്യൂ ഓഫ് എനർജി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ കുറേ വാല്യൂ ഓഫ് എനർജി പുറത്തേക്ക് വരാതെ വേറൊരു ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് എനർജിയാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ലൈൻ സ്പെക്ട്രം ഒബ്സർവ് ചെയ്തത് എന്നുള്ളതും ആർക്ക് പറയാൻ പറ്റിയില്ല? റുദർഫോർഡ് മോഡലിന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം, നോ മാറ്റർ ഹൗ ബ്രില്യൻറ്റ് ദ സയന്റിസ്റ്റ് ഇസ്, നോ മാറ്റർ ഹൗ ബ്യൂട്ടിഫുൾ ദ തിയറി ഈസ്, ഇഫ് ഇറ്റ്സ് നോട്ട് എഗ്രീയിങ് വിത്ത് ആൻ എക്സ്പെരിമെന്റൽ ഫാക്ട് ദെൻ ഇറ്റ്സ് റോങ്. അപ്പം ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ ഫാക്ട് ആയിരുന്നു. ഈ എക്സ്പെരിമെന്റൽ ഫാക്റ്റിനെ റുദർഫോർഡ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കാരണം നമുക്ക് മനസ്സിലായി റുദർഫോർഡ് മോഡലിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതിനെ കറക്റ്റ് ചെയ്തത് നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് റുദർഫോർഡ് മോഡലിനെ കറക്റ്റ് ചെയ്തിട്ട് പുതിയൊരു മോഡൽ പ്രപ്പോസ് ചെയ്തത്. എങ്ങനെയാണ് നീൽസ് ബോർ ഈ പ്രശ്നത്തിനെ ടാക്കിൾ ചെയ്തത്? റുദർഫോർഡ് പറഞ്ഞ സാധനം മൊത്തമായി തെറ്റാന്നല്ല ബോർ പറഞ്ഞത്. ബോർ പറഞ്ഞു റുദർഫോർഡ് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ്, ബട്ട് ബോർ പറഞ്ഞു ഇലക്ട്രോൺസ് മൂവ്, it cannot move around any orbit, but it will move in a specified orbit with angular momentum L is equal to integral multiple of h by 2 pi or L is equal to nh by 2 pi. ബോർ ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞു. അതായത് നീൽസ് ബോർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നീൽസ് ബോർ നമ്മളുടെ ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് നമ്മളുടെ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ മോഷനെ കണക്ട് ചെയ്തു. അതായത് ഇതാണ് നമ്മളുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. The electron is revolving around the nucleus. Let's assume that like this. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ റുദർഫോർഡ് പറഞ്ഞു, ഡി ബ്രോഗ്ലി പറഞ്ഞത് പ്രകാരം ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട്. ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ
റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ദ ഇലക്ട്രോൺ ഇസ് റിവോൾവിങ് ഇൻ ദിസ് ഫാഷൻ. ഇങ്ങനെ ഒരു വേവിന്റെ രൂപത്തിലാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. Therefore, there is a wave motion associated with the movement of electron around the nucleus എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു ഈ ഒരു ഇലക്ട്രോണ് ഇങ്ങനെ ഒരു വേവിന്റെ രൂപത്തിലാണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതെങ്കിൽ അതിനൊരു വേവ് മോഷൻ ഉണ്ടെങ്കിൽ ആ വേവ് മോഷനിൽ അതിനൊരു സ്പെസിഫിക് വേവ് ലെങ്ത് വേണം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് ഒരു വേവ് ആണ്. അതേപോലെ ഇവിടെ നമുക്ക് സെക്കൻഡ് വേവ്, ഹിയർ ഇസ് അവർ തേർഡ് വേവ്, ഇതുവരെ നമുക്ക് ഫോർത്ത് വേവ്, ഇത് ഫിഫ്ത്ത് വേവ്, സിക്സ്ത് വേവ്. അതായത് ഈ ഇലക്ട്രോൺ കറങ്ങുമ്പം ഇലക്ട്രോണിന്റെ ഓർബിറ്റിന്റെ സർക്കംഫറൻസ്, ഓർബിറ്റൽ റേഡിയസ് r ആണെങ്കിൽ ഓർബിറ്റിന്റെ സർക്കംഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാന്നാൽ സർക്കംഫറൻസിനെ 2πr എന്ന് പഠിച്ചിട്ടില്ലേ, 2πr. ഈ ഓർബിറ്റിന്റെ സർക്കംഫറൻസ്, അതായത് ഈ കറങ്ങുന്ന ഇതിന്റെ ടോട്ടൽ സർക്കംഫറൻസ്, ഇറ്റ് ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ എന്ന് ആര് പറഞ്ഞു? നീൽസ് ബോർ പറഞ്ഞു. ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ ആ കറങ്ങുന്ന ഇലക്ട്രോണിന് ഒരു വേവ് മോഷൻ ഉണ്ട്. വേവ് മോഷൻ ഉണ്ടെങ്കിൽ ആ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ആയിരിക്കും. അപ്പൊ 2πr is equal to n ലാംഡ ആണെന്ന് ആര് പറഞ്ഞു? നീൽസ് ബോർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യിക്കുകയാണെങ്കിൽ ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ മാറ്റർ വേവ് കൺസെപ്റ്റ് പ്രകാരം നമുക്കറിയാം ലാംഡ is equal to h/p ആണ്. Every moving matter is associated with a wave motion and the wavelength of that matter wave is lambda is equal to h/p. അതിൽ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, p ആരാ മൊമെന്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? therefore നമുക്കിവിടെ 2πr is equal to nh/p എന്ന് നമുക്ക് എഴുതാൻ പറ്റും. nh/p എന്ന് എഴുതാം. അങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്നാൽ 2πr is equal to nh/p ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷനെ പിന്നെയും മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാൽ ഇവിടെ r അല്ലെ p-നെയും r-നെയും മാത്രം ഇവിടേക്ക് വെച്ചിട്ട് നമുക്കിവിടെ rp is equal to nh divided by 2π എന്ന് എഴുതാം. വാട്ട് ഇസ് r ഇൻറ്റു പി? നമ്മൾ പഠിച്ചിട്ടുണ്ട് r ക്രോസ് p എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം ആണെന്ന് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. You've learned angular momentum L is equal to r cross p. അതുകൊണ്ട് rp എന്ന് പറയുന്നതിന് പകരം നമുക്ക് ആംഗുലാർ മൊമെന്റം ആയിട്ട് പറയാം. ആംഗുലാർ മൊമെന്റത്തിന് nh/2π എന്നുള്ള റിലേഷൻ. ഇതാണ് ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ മാറ്റർ വേവ് കൺസെപ്റ്റിനെ ഉപയോഗിച്ചിട്ട് നീൽസ് ബോർ ഇലക്ട്രോണിന്റെ മോഷനെ പറ്റി പറഞ്ഞത്. ബോർ പറഞ്ഞു ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിന് it can move in specified orbit. ഇലക്ട്രോൺസിന് ആറ്റത്തിന് ചുറ്റും സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റിൽ മാത്രമേ നീങ്ങാൻ പറ്റുള്ളൂ. സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റിൽ. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റിൽ ആണ് ഇലക്ട്രോൺ നീങ്ങുന്നതെങ്കിൽ ആ ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കണം? The orbit's angular momentum should be integral multiple of h/2π. h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം അതിന്റെ എന്ത് ആംഗുലാർ മൊമെന്റം എന്ന് നീൽസ് ബോർ പറഞ്ഞു വെച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഇങ്ങനെ തോന്നിയമാതിരി എല്ലാ സ്ഥലത്തും കറങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്പെസിഫൈഡ് ഓർബിറ്റിൽ നിന്ന് അതിന് വേറെ സ്പെസിഫൈഡ് ഓർബിറ്റിലേക്ക് പോകാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതാണ് നമ്മളുടെ ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓർബിറ്റിൽ കറങ്ങാം, അല്ലെങ്കിൽ പിന്നെ അതിന് പൊസസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓർബിറ്റ് ആയിരിക്കും സെക്കൻഡ് ഓർബിറ്റ്. അങ്ങനെ പല ഓർബിറ്റിൽ വേണമെങ്കിൽ ഇലക്ട്രോണിന് കറങ്ങാം.
എന്നിട്ട് അയാൾ പറഞ്ഞു an electron which is revolving in a higher orbit. ഹയർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന് വേണമെങ്കിൽ എനർജീനെ റിലീസ് ചെയ്തിട്ട് ലോവർ ഓർബിറ്റിലേക്ക് വരാം. ഹയർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ റിലീസ് എനർജി ആൻഡ് കം ബാക്ക് ടു ദ ലോവർ ഓർബിറ്റ്. അതേപോലെ ഈ ലോവർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് വേണമെങ്കിൽ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഹയർ ഓർബിറ്റിലേക്ക് പോവാം. അപ്പം ഇലക്ട്രോൺ എനർജീനെ റിലീസ് ചെയ്തിട്ട് ന്യൂക്ലിയസിനുള്ളിൽ കൊളാപ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രോണിന് എനർജീനെ റിലീസ് ചെയ്തിട്ട് ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് വരാം. അതേപോലെ ലോവർ ഓർബിറ്റിലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ കൊളാപ്സ് ചെയ്യില്ല. ലോവർ ഓർബിറ്റിൽ നിൽക്കുന്ന ഇലക്ട്രോൺ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ ഹയർ ഓർബിറ്റിലേക്ക് പോകും. അതുവഴി നീൽസ് ബോർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റീനെ റുദർഫോർഡ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ആ ഒരു പ്രശ്നം ഇയാൾ പരിഹരിച്ചു. പിന്നെ അയാൾ പറഞ്ഞു ഇവിടെ ഹൈഡ്രജൻ സ്പെക്ട്രം എന്തുകൊണ്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അയാൾ പറയാണ് ലൈൻ സ്പെക്ട്രം വരാനുള്ള കാരണം എന്താ പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ഓർബിറ്റ്, ഫോർ എക്സാമ്പിൾ തേർഡ് ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഈ തേർഡ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് വേണമെങ്കിൽ പിന്നെ തോന്നിയമാതിരി എവിടേക്കെങ്കിലും ഒക്കെ വരാൻ പറ്റില്ല. വേണമെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിലേക്ക് വരാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരാം. അല്ലാണ്ട് അതിന് തേർഡ് ഓർബിറ്റിൽ നിന്ന് ഒരു 2.5 ഓർബിറ്റിലേക്കൊന്നും വരാൻ പറ്റില്ല. അതായത് ഈ ഒരു എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സ്പെസിഫിക് ട്രാൻസിഷനിൽ മാത്രമേ എനർജി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈൻ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ റീസൺ വൈ ലൈൻ സ്പെക്ട്ര ഇസ് ഒബ്റ്റെയിൻഡ്. ഇയാൾ ഇതിങ്ങനെ റഫായിട്ട് പറഞ്ഞു നിർത്തല്ല ചെയ്തത്, ഇയാൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് പോയി. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നാൽ അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഇതിന്റെ ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചോണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക.